കോഴിക്കോട്ടെ തളി മഹാശിവക്ഷേത്രത്തിൽ തൊഴാനെത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ അധിക ദിവസവും സ്ഥിരമായിട്ട് തൊഴാൻ വരുന്ന ഒരു ക്ഷേത്രമാണിത്. കോഴിക്കോട്ടെ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രമാണ് തളി മഹാശിവക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ്. അതോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടുകൂടി വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് കേട്ടോ. മേടമാസത്തിലാണ് ഇവിടെ സാധാരണഗതിയിൽ ഉത്സവം നടക്കാറുള്ളത്. ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് പൂജകളും കാര്യങ്ങളും സ്പെഷ്യലായിട്ടുള്ള വഴിപാടുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്. ഇന്നാണ് ഇവിടെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടക്കുന്നത്. തളി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മൂന്നുണ്ട് കാര്യം എന്ന് പറയുന്ന പോലെ നമുക്ക് ഗണപതി ക്ഷേത്രത്തിലും പോവാം, അതോടൊപ്പം തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും പോവാം. ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഗണപതി അമ്പലത്തിലേക്കും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കും പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു പാതയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടുകാരുടെ ഒരു സങ്കേതം തന്നെയാണ്. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആണ് പോകാറുള്ളത്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. വളരെ നല്ല കാണാൻ രസമുള്ളൊരു സ്ഥലമാണ്. ഈ നടപ്പാതയിലൂടെ നടന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിപുരാതനമായൊരു ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ കർക്കിടക മാസത്തിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവിടെ. അപ്പോൾ തളി മഹാശിവക്ഷേത്രത്തിൽ വരുന്നവർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ഒന്ന് വന്ന് തൊഴുന്നത് നല്ലതാണ്. ഞാനിതിൻ്റെ മുമ്പ് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തളി ശിവക്ഷേത്രത്തിനെ പറ്റിയും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയും ഒക്കെ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് കൊണ്ട് പിന്നെയും നമുക്കൊന്ന് വീഡിയോ ചെയ്യാനൊക്കെ തോന്നും. പിന്നീട് നമ്മൾ പോകുന്നത് തളി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത്. തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയോടൊപ്പം തന്നെ മുരുക ഭഗവാന്റെ പ്രതിഷ്ഠയുമുണ്ട്. ഇതൊരു തമിഴ് പരമ്പരാഗത ശൈലിയിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടുത്തെ നവഗ്രഹ പൂജ വളരെ പ്രസിദ്ധമാണ്. ഞങ്ങൾ കോഴിക്കോട്ടുകാർ എല്ലാ വിശേഷങ്ങളുടെ കൂടെയും ഈ അമ്പലങ്ങളിലൊക്കെ സന്ദർശിക്കുന്നത് പതിവുള്ളവരാണ്. അമ്പല സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒന്ന് ചായ കുടിക്കാനും അതോടൊപ്പം തന്നെ വിഷുവിൻ്റെ തലേന്നാണല്ലോ ഞങ്ങൾ പോയത്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കണി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തളി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു കൂടി അങ്ങനെ പോവാണ് കേട്ടോ. അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്ക് കണി വയ്ക്കാനും ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളായാലും ഒക്കെ വാങ്ങാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിനായക ഹോട്ടലിലേക്കാണ് പോയത്. വിനായക ഹോട്ടലിൽ നമ്മൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കുകയാണ്. അതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.